ഈ കുട്ടികൾ പഠിച്ചത് പരീക്ഷ ജയിക്കാൻ മാത്രമല്ല. സാമൂഹ്യ പ്രതിബദ്ധത യുവതലമുറയ്ക്ക് അന്യമാകുന്നു എന്ന് വിലപിക്കുന്നവർക്കിതാ ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ മാതൃകാ പ്രവർത്തനത്തിന്റെ കഥ. പരീക്ഷ എഴുതാൻ പഠിച്ച പാഠങ്ങൾ നാടിനും ജനങ്ങൾക്കും വേണ്ടി ഉപയോഗപ്പെടുത്തിയതിന്റെ വിശേഷങ്ങളാണ് ഈ പോളിടെക്നിക് വിദ്യാർത്ഥികളിൽ നിന്നും കാണാനാകുക. കോട്ടയ്ക്കൽ മലബാർ പോളിടെക്നിക്കിലെ കുട്ടികളാണ് പഠിച്ച പാഠങ്ങൾ കൊണ്ട് മാതൃക കാണിക്കുന്നത്. ക്യാമ്പസിൽ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പുനർജനി പദ്ധതിയിലൂടെയാണ് പോളി വിദ്യാർത്ഥികൾ മാതൃകയാകുന്നത്. അസറ്റ് ക്രിയേഷന്റെ ഭാഗമായി മലപ്പുറം ഗവൺമെന്റ് ആശുപത്രിയിലെ കേടായ ഉപകരണങ്ങളാണ് ടെക്സെല്ലിലെ കുട്ടികൾ റിപ്പയർ ചെയ്തത്. ഏകദേശം 1.14 കോടി രൂപയുടെ ജോലികൾ. 2.10 കോടി രൂപയുടെ പ്രവർത്തനം പെരിന്തൽമണ്ണ ഗവൺമെന്റ് ഹോസ്പിറ്റലിലും ചെയ്തു നൽകി. മലബാർ പോളിടെക്നിക്കിലെ ഇലക്ട്രിക് വിഭാഗം വിദ്യാർത്ഥികൾ പ്രളയകാലത്താണ് പഠിച്ച പാഠങ്ങൾ പ്രയോഗിച്ച് മാതൃക കാട്ടിയത്. വാഴക്കാട് പഞ്ചായത്തിലെ 35 വീടുകളിൽ വൈദ്യുതീകരണ പ്രവർത്തനങ്ങൾ നടത്തി. 2 പള്ളികളും 2 സ്കൂളുകളും ഇക്കൂട്ടത്തിലുണ്ട്. 100ഓളം ഗൃഹോപകരണങ്ങളും ഇവർ റിപ്പയർ ചെയ്തു നൽകി. ഓട്ടോമൊബൈൽ വിഭാഗം ചാലിയാർ പഞ്ചായത്തിൽ പ്രളയത്തിൽപ്പെട്ട് കേടായ 40 ഇരുചക്ര വാഹനങ്ങൾ സൗജന്യമായി റിപ്പയർ ചെയ്തു നൽകി. കോട്ടയ്ക്കൽ നഗരസഭയിലെ 50 മുച്ചക്ര വാഹനങ്ങളും ഇവർ റിപ്പയർ ചെയ്തു. പിന്നെ ഈ പ്രളയം ബാധിച്ച ഒരു ഏരിയയാണ് ഞങ്ങളുടെ നാട്, ചാലിയാർ, മൈലാടി. അപ്പോൾ പിന്നെ മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടയ്ക്കലത്തെ ആൾക്കാർ വന്നിട്ട് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ഇരുചക്ര വാഹനങ്ങളും പിന്നെ നന്നാക്കി തരാന്നുള്ളൊരു ക്യാമ്പായിട്ട് വന്നാണ് ഇവർ. അപ്പോൾ പൊതുവേ ഈ പോളിടെക്നിക്കിലെ കുട്ടികളാകുമ്പോൾ പിന്നെ ഇത് വർക്ക് എത്രത്തോളം നന്നാവുന്നൊരു പേടി എല്ലാവർക്കും ഉണ്ടായിരുന്നു നാട്ടിലെ. പക്ഷേ വർക്കൊക്കെ ഞങ്ങൾ വണ്ടിയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. വർക്കൊക്കെ നല്ല പെർഫെക്റ്റാണ് ചെയ്തത്. വർക്കും കാര്യങ്ങളൊക്കെ പിന്നെ നല്ല ഡീസൻ്റാണ്. അതിൻ്റെ ടൂൾസും കാര്യങ്ങളും എയർ അടിക്കണതും പിന്നെ സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. ഞങ്ങളെല്ലാവരും നല്ല സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ വണ്ടി പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വന്ന് ഏകദേശം 100% വണ്ടി ഫുള്ളായിട്ട് വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന വണ്ടികളായിരുന്നു. ആ ടാങ്കിൽ ചളി കയറി, ഇഞ്ചിനിൽ ചളി കയറിയ അവസ്ഥയാണ്. ഇപ്പോൾ എല്ലാ വർക്കും നല്ല ഉഷാറായിട്ടാണ് ചെയ്ത് തന്നിരിക്കുന്നത്. നമുക്ക് ഒക്കെ ടാങ്ക് ക്ലീൻ ചെയ്തു, എഞ്ചിനൊക്കെ അയച്ചാണ്ട് ക്ലീൻ ചെയ്യേണ്ട പണിയാണ്. ഇപ്പോൾ നമ്മൾ പുറത്തുകൊണ്ടാണ് ഇപ്പോൾ ഒരു വണ്ടിക്ക് നമുക്ക് 2500 മേലെ നമുക്ക് ചിലവാകണ ഒരു വണ്ടിക്ക്. പിന്നെ ഈ പൾസറിൽ നിന്ന് പുറത്ത് പിന്നെ അതിൻ്റെ കൂലി തന്നെ വരും 2500 മേലെ. അതിപ്പോൾ നമുക്കിങ്ങനെ ചെയ്ത് തന്നൊക്കെയാണ് ഇത്രയും വർക്ക്. പിന്നെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും വെള്ളം കയറി ഒരു പൈസ ഇല്ലാത്ത അവസ്ഥയിൽ ഞങ്ങൾക്ക് കിട്ടിയ വളരെ നല്ലൊരു സഹായമാണിത്. നമ്മുടെ നാടിനെ പ്രളയം വിഴുങ്ങി കഴിഞ്ഞപ്പോഴത്തേന് അതിൽ നഷ്ടപ്പെട്ട വാഹനങ്ങൾ, അതായത് വെള്ളം കയറി നശിച്ച വാഹനങ്ങൾ റീഫിറ്റ് ചെയ്ത് ഉപയോഗയോഗ്യമാക്കി തീർക്കാനായിട്ട് നമ്മുടെ അയൽനാടായ മലബാർ പോളി കോളേജിലെ കോട്ടയ്ക്കലിലെ കുട്ടികൾ ഇവിടെ വന്ന് നമ്മളെ സഹായിക്കുകയും വളരെ നല്ല രീതിയിൽ നമ്മുടെ വാഹനങ്ങളൊക്കെ റിപ്പയർ ചെയ്ത് തരികയും അവരുടെ ആ ഒരു സേവനത്തിന് നാട്ടുകാർ എന്ന നിലയിൽ നമ്മൾ അവരോട് നല്ല രീതിയിൽ നന്ദി പറയുകയും ചെയ്യുകയാണ്. അവരുടെ സേവനം നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വണ്ടികളാണെങ്കിൽ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അവരെ രാത്രിയും പകലും എല്ലാം കൂടെ പണി തീർത്ത് ആ ഓരോ വണ്ടികളും പണി തീർത്ത് കൊടുക്കുകയാണ്. അവരുടെ ആ സേവനം ഇനിയും നമുക്ക് ആവശ്യമായി വരികയാണെങ്കിൽ അവരിനിയും വരട്ടെ. തങ്ങളുടെ സൗജന്യ സേവനങ്ങൾക്ക് പുറമെ വയനാട് മുത്തങ്ങയിലെ 30 കുടുംബങ്ങൾക്ക് അവശ്യ സാധന കിറ്റുകളും പോളിടെക്നിക്കിന്റെ നേതൃത്വത്തിൽ നൽകിയിരുന്നു. കുട്ടികൾ പഠിച്ച സാങ്കേതിക പാഠങ്ങളെ വെറും അക്കാഡമിക് ചട്ടക്കൂടിലേക്ക് മാത്രം ഒതുക്കാതെ പ്രായോഗികവൽക്കരിച്ച് വിദ്യാർത്ഥികളെ സാങ്കേതിക വിദഗ്ധരാക്കുക എന്ന ഉദ്ദേശം കൂടിയാണ് ഇതിലൂടെ പ്രാവർത്തികമാക്കുന്നത്. അതുകൊണ്ട് തന്നെ മലബാർ പോളിടെക്നിക്ക് എന്നും വിജയശതമാനത്തിൽ മുന്നിലാണ്. മാത്രമല്ല, ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് തൊഴിൽ നേടുന്നതിനും ഇത്തരം പ്രവർത്തനം കൊണ്ട് സാധിക്കുന്നു. എഡ്യൂക്കേഷൻ ഡെസ്ക്, മെഡ്ലിംഗ് മീഡിയ. പ്രൊഫഷണൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച വിദ്യാർത്ഥികളെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യവുമായി മലബാർ പോളിടെക്നിക് കോളേജ് കോട്ടയ്ക്കൽ, മരവട്ടം. അവർ കോഴ്സസ്: ആർക്കിടെക്ചർ,
civil engineering, mechanical engineering, automobile engineering, electrical and electronics engineering. Our specialities: exclusive science lab, well-equipped workshop and labs, 3,500 square feet library with spacious reading area, eco-friendly campus, Wi-Fi campus, language lab, canteen and open amphitheater, college bus, active NSS unit. Hurry, ensure your seat today itself. Qualification: SSLC. Malabar Polytechnic College, Kottakal, Maravattam.